20-ാമത്തെ ജുസ് ആണ്. സൂറത്തുൽ നംലിലെ 3.5 പേജ്, പിന്നെ സൂറത്തുൽ ഖസസ് 11.5 പേജ്, 5 പേജ് സൂറത്തുൽ അൻകബൂത്താണ് ഇവിടെ പാരായണം ചെയ്തത്. സൂറത്തുൽ നംലിൽ ഇന്നലെ പ്രധാനപ്പെട്ട 3 സംഗതികൾ നമ്മൾ പറഞ്ഞിരുന്നു. സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല നൽകിയ നിഅമത്തുകളെ പറ്റി, ഉറുമ്പിൻ്റെ സംസാരം, ഹുദ്ഹുദ് പക്ഷിയുടെ സംഭവം, അതുപോലെ സബ എന്ന പ്രദേശത്തെ ഒരു രാജ്ഞി ഇസ്ലാം സ്വീകരിച്ച സംഭവം ഇന്നലത്തെ ജുസ്ഇൽ പറഞ്ഞിരുന്നു. ശേഷം സൂറത്തുൽ നംലിൽ അല്ലാഹു തആല അള്ളാഹുവിൻ്റെ ഖുദ്റത്തുകളെ വിവരിക്കുന്നുണ്ട്. പല കാര്യങ്ങളും എടുത്ത് ചോദിച്ചിട്ട് അള്ളാഹു പറയാണ്, അള്ളാഹുവിനോടൊപ്പം നിങ്ങൾ എങ്ങനെ ഒരു ഇലാഹിനെ ആരാധിക്കും? ഈ പറയുന്ന സംഗതികളൊന്നും വേറൊരാളും ചെയ്തു തരുന്നില്ല. പലതിനെയും ആരാധിക്കുന്നവരുണ്ട്. ഉദാഹരണത്തിന് അയ്യപ്പൻ ആരാധിക്കുന്നവർ, അല്ലെങ്കിൽ ശ്രീരാമൻ ആരാധിക്കുന്നവർ. അവരോട് ശ്രീരാമനാണോ സൂര്യൻ ഉദിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ചന്ദ്രനെ ചലിപ്പിക്കുന്നത്, ഭൂമിയിൽ നിന്ന് ഫലങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത്, ആകാശത്തു നിന്ന് മഴ വർഷിപ്പിക്കുന്നത്? അവർ പോലും വാദിക്കുന്നില്ല ഇതൊക്കെ ചെയ്യുന്നുണ്ടെന്ന്. അവരൊക്കെ ഈ ഭൂമിയിൽ ജനിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ജനിക്കുന്നതിന് മുമ്പ് ഈ ഭൂമി ഉണ്ടല്ലോ, ആ ഭൂമിനെ ആര് സംവിധാനിച്ചു എന്ന് ചോദിച്ചാൽ ഏത് മുശ്രിക്കും ഒന്ന് ചിന്തിച്ചാൽ അവസാനം പറയും അത് പരമമായ ശക്തിയാണെന്ന് പറയും. അത് ഏകനാണ്, പരമമായ ശക്തിയാണ് എന്നൊക്കെ പറയും. അപ്പം അങ്ങനെയാണ് സംഗതിയെങ്കിൽ, എല്ലാം സംവിധാനിക്കുന്നത് ആ ഏകനായ പരമമായ ശക്തിയാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിന് ഇവരെ ആരാധിക്കുന്നു? ഇവരെ ആദരിച്ചോളൂ, ബഹുമാനിച്ചോളൂ. മഹത് വ്യക്തികളാണെങ്കിൽ നിങ്ങളവരെ ബഹുമാനിച്ചോളൂ. എന്തിനവരെ ആരാധിക്കണം? അപ്പോൾ ഇവരൊക്കെ സൃഷ്ടിച്ച് സംവിധാനിക്കുന്ന ഏകനായ ഒരു പരമമായ ശക്തി ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഇവർ തെറ്റിപ്പോകുന്നത് എന്ന് അല്ലാഹു തആല ചോദിക്കുകയാണ്. അമ്മൻ ഖലഖ എന്ന് തുടങ്ങുന്ന ആയത്തുകളിൽ അമ്മൻ ജഅലൽ അർള ഖറാറൻ, അമ്മൻ യുജീബുൽ മുൽത്തറ, അമ്മൻ യഹ്ദീകും ഫീ ദുലുമാതിൽ ബർരി വൽ ബഹ്രി, അമ്മൻ യബ്ദഉൽ ഖൽഖ സുമ്മ യുഈദുഹു. ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നത്, ആകാശത്തു നിന്ന് മഴ വർഷിപ്പിക്കുന്നത്, അതുപോലെ സസ്യലതാദികളെ മുളപ്പിക്കുന്നത്, ഈ ഭൂമിയെ ഉറപ്പിച്ചു നിർത്തിയത്, ഇവിടെ നദികൾ ഒഴുക്കുന്നത്, പർവ്വതങ്ങളെ സ്ഥാപിച്ചത്, ഗതിമുട്ടിയവൻ അവസാനം വിളിക്കുമ്പം ഉത്തരം നൽകുന്നത്, പ്രയാസങ്ങളെ ദൂരീകരിക്കുന്നത്, നിങ്ങൾ ഈ ഭൂമിയിൽ പ്രതിനിധികളാക്കിയത്, ഇതെല്ലാം ഏകനായ അള്ളാഹു ആണെങ്കിൽ പിന്നെ എങ്ങനെ ഇവർ തെറ്റിപ്പോകുന്നു, ഇവരെങ്ങനെ പങ്കുചേർക്കുന്നു എന്ന് അല്ലാഹു തആല ചോദിക്കുകയാണ്. പിന്നെ ഇൽമുൽ ഗൈബ് എന്ന സംഗതി ഖുർആനിലെ പല സ്ഥലങ്ങളിൽ പറഞ്ഞത് അള്ളാഹുവിനല്ലാതെ അദൃശ്യം അറിയുകയില്ല. അപ്പോൾ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, സ്വതന്ത്രമായി അള്ളാഹുവിനെ മാത്രമേ അറിയുകയുള്ളൂ, പൂർണ്ണമായി അവനെ മാത്രമേ അറിയുകയുള്ളൂ. അപ്പോൾ മറഞ്ഞ പല കാര്യങ്ങളും അല്ലാഹു തആല പലർക്കും അറിയിച്ചു കൊടുക്കുന്നുണ്ട്. നബിമാർക്കൊക്കെ പല സന്ദർഭങ്ങളിലും ഒരു കാര്യവും അറിയാതിരിക്കുന്നുണ്ട്. ഇബ്രാഹിം നബി മുമ്പിൽ വന്നിരുന്നത് മലക്കുകളാണെന്ന് അറിഞ്ഞില്ല. ലൂത്ത് നബി അലൈഹിസ്സലാം മുമ്പിൽ വന്നിരുന്നത് മലക്കുകളാണെന്ന് അറിഞ്ഞില്ല. സുലൈമാൻ അലൈഹിസ്സലാമിനോട് പക്ഷി പറയാണ്, നിങ്ങൾക്കറിയാത്തൊരു വാർത്തയുമായി ഞാൻ വന്നിരിക്കുന്നു, സബ പ്രദേശത്ത് ഇന്നൊരു ആളുണ്ടെന്ന് പറഞ്ഞു. അപ്പം സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അറിയാത്ത കാര്യം പക്ഷി പഠിപ്പിച്ചു കൊടുക്കുകയാണ്, അറിയിച്ചു കൊടുക്കുകയാണ്. അപ്പം എത്രയോ നബിമാർക്ക് അവരുടെ മുമ്പിലുള്ളത്, അല്ലെങ്കിൽ അവരോടൊരു പക്ഷി വന്ന് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അവർക്ക് അറിയില്ലെന്ന് പറഞ്ഞാൽ അല്ലാഹു തആല എത്രയോ കാര്യങ്ങൾ സൃഷ്ടികളിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ടെന്നർത്ഥം. എന്നാൽ എത്രയോ വിദൂരമായത് അറിയിച്ചു കൊടുക്കുന്നുണ്ട്. യൂസുഫ് നബി അലൈഹിസ്സലാം വലമ്മ ഫസലത്തിൽ ഈറു, പുറപ്പെടുമ്പോഴേക്ക് യാക്കൂബ് നബി പറഞ്ഞു യൂസുഫ് നബിയുടെ മണടിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അല്ലാഹു തആല എത്രയോ കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പോലും പറഞ്ഞു, യാ സാരിയ അൽ ജബൽ അൽ ജബൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. സാരിയ, പർവ്വതത്തിൻ്റെ ഭാഗം ശ്രദ്ധിക്കൂ എന്ന് മദീനയിൽ നിന്ന് പറയാണ് ദൂരെ പോയ സൈന്യത്തോട്. അപ്പോൾ അല്ലാഹു തആല മറഞ്ഞ ചില കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കുന്ന അർത്ഥം. 2 കാര്യം വന്നു. ഒന്ന്, സ്വതന്ത്രമായി അള്ളാഹുവിനല്ലാതെ അറിയുകയില്ല. സ്വതന്ത്രമായി അറിയാത്തത് കൊണ്ട് എന്തെല്ലാം മറഞ്ഞ കാര്യങ്ങൾ അള്ളാഹു അറിയിച്ചു കൊടുത്താലും അതിന് നമ്മൾ ഇൽമുൽ ഗൈബ് എന്ന് പറയൂല, അവർക്ക് ഗൈബ് അറിയാമെന്ന് പറയൂല. ഖുർആൻ്റെ ഭാഷയിൽ അറിയിച്ചു കൊടുത്തു എന്നാണ് പറയാം. ചില മറഞ്ഞ കാര്യങ്ങൾ അറിയിച്ചു കൊടുത്തു. അപ്പോൾ സ്വതന്ത്രമായി അറിയുന്നില്ല, അള്ളാഹു അറിയിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് തന്നെ ഭാഗികമായ ചില കാര്യങ്ങളാണ്. എല്ലാ മറഞ്ഞ കാര്യങ്ങളും അള്ളാഹു ലോകത്ത് ആർക്കും അറിയിച്ചു കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് മാത്രമാണ് ഇൽമുൽ ഗൈബ് എന്ന് നമ്മൾ പറയും. അപ്പോൾ സാങ്കേതികമായിട്ട് ഇൽമുൽ ഗൈബ് അള്ളാഹുവിന് മാത്രമാണെന്നാണ് പറയാം. എന്നാലും മറഞ്ഞ ചില കാര്യങ്ങൾ അള്ളാഹു സൃഷ്ടികൾക്ക് അറിയിച്ചു കൊടുക്കുമോ, നബിമാർക്ക് മുഅ്ജിസത്ത് കൊണ്ട്, അതുപോലെ തന്നെ ഔലിയാക്കൾക്ക് കറാമത്ത് കൊണ്ട് മറഞ്ഞ ചില കാര്യങ്ങൾ അള്ളാഹു അറിയിച്ചു കൊടുക്കും. അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഒരു സംഭവം ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. വിദൂരത്തുള്ള സൈന്യത്തോട് ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, യാ സാരിയ അൽ ജബൽ അൽ ജബൽ, സാരിയ ആ പർവ്വതത്തിൻ്റെ ഭാഗം ശ്രദ്ധിക്കൂ. അദ്ദേഹം അങ്ങോട്ടേക്ക് തിരികുകയും വലിയ പരാജയത്തിന് ആ സൈന്യം രക്ഷപ്പെടുകയും ചെയ്തു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അല്ലാഹു തആല നൽകിയൊരു കറാമത്താണത്. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതിൻ്റെ പേരിൽ
ഇവർക്ക് ഗൈബ് അറിയാമെന്ന് പറയരുത്. കാരണം ഗൈബ് അറിയാമെന്ന് പറയണമെങ്കിൽ സ്വതന്ത്രമായി അറിയുന്നതിനാണ് പറയാം. അത് അള്ളാഹുവിനെ മാത്രമേ അറിയൂ. രണ്ടാമത് അള്ളാഹു തആല ഭാഗികമായി ചില കാര്യങ്ങളാണ് അറിയിച്ചു കൊടുക്കുന്നത്. അപ്പം ഇൽമുൽ ഗൈബിനെ കുറിച്ച് പറയുന്ന ആയത്തും ഇവിടെ ഉണ്ട്. ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഇമാം നവവി റഹ്മത്തുള്ളാഹിയോട് ചോദിക്കുകയാണ്, ഇങ്ങനെ ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ എങ്ങനെ അള്ളാഹു തആല അള്ളാഹുവിൻ്റെ സഹായമായിട്ട് ചില വ്യക്തികൾക്ക് മറഞ്ഞ ചില കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കുമെന്ന് ചോദിച്ചപ്പം ഇമാം നവവിയുടെ ഫത്വയിൽ ഇബ്നു ഹജർ അൽ ഹൈത്തമിയുടെ ഒരുപാട് പേരുടെ ഇടയിലുണ്ട്. ഈ ആയത്ത് ഓതിക്കൊണ്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുക. അദ്ദേഹം പറഞ്ഞു, സ്വതന്ത്രമല്ല, പൂർണ്ണമല്ല, അതുകൊണ്ട് അതിന് ഗൈബ് അറിയുക എന്ന് പറയുകയില്ല, മറിച്ച് അറിയിച്ചു കൊടുത്തു എന്നേ പറയുകയുള്ളൂ. സൂറത്തുൽ ഖസസ്, മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ സംഭവം ഹൃദയസ്പൃക്കായ രീതിയിലും വളരെ ഉജ്ജ്വലമായ രീതിയിൽ വിവരിക്കുന്ന സൂറത്താണ് സൂറത്തുൽ ഖസസ്. നമ്മൾ നേരത്തെ മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ പല സംഭവങ്ങളും പറയുമ്പം അദ്ദേഹം ഫിർഔനെ ദഅവത്ത് ചെയ്തതും സാഹിര്യങ്ങൾ വന്നതും മൂസാ നബി അലൈഹിസ്സലാമിനെ പരാജയപ്പെടുത്താമെന്ന സാഹിര്യങ്ങൾ ഈമാൻ സ്വീകരിച്ചതും അന്ന് തന്നെ അവർ ഷഹീദാകാൻ തയ്യാറായതൊക്കെ നമ്മൾ വിവരിച്ചിട്ടുണ്ട്. എന്നാൽ മൂസാ നബി അലൈഹിസ്സലാം ജനിക്കാതിരിക്കാൻ ഫിർഔൻ വഴികൾ സ്വീകരിച്ചതും ഉമ്മക്ക് ബോധനം നൽകിയതും ഒക്കെ അല്ലാഹു തആല സൂറത്തുൽ ഖസസിൽ വിവരിക്കുന്നുണ്ട്. ഇതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവുമായിട്ടും ബന്ധമുണ്ട്. ജീവിതവുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ മൂസാ നബി അലൈഹിസ്സലാം പലപ്പോഴും കൈവിട്ടു പോയി എന്ന് തോന്നുന്ന സമയത്ത് തിരിച്ചു വരുന്നുണ്ട്. ഉമ്മാൻ്റെ അടുത്ത് പോകുന്നു, എന്നിട്ട് ഉമ്മാൻ്റെ അടുത്തേക്ക് തിരിച്ചെത്തുന്നു. അതുപോലെ തന്നെ ഫിർഔൻ്റെ കൊട്ടാരത്തിൽ നിന്ന് പോയി തിരിച്ചവിടെ ദഅവത്ത് ചെയ്യാൻ വേണ്ടി തന്നെ അവിടത്തേക്ക് തന്നെ വന്നു. അപ്പോൾ അല്ലാഹു തആല പറയാണ്, ഉമ്മാക്ക് തിരിച്ചു കൊടുത്ത റബ്ബ്, ഇന്നല്ലദീ ഫറള അലൈക്കൽ ഖുർആന ലറാദ്ദുക ഇലാ മആദ്, ഉമ്മ പെട്ടിയിലാക്കി ഒഴുക്കി നൈൽ നദിയിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മക്കയിൽ നിന്ന് പോണ്ടി വന്നു. ഉമ്മാൻ്റെ അടുത്തേക്ക് മൂസാ നബി തിരിച്ചെത്തി, നബിയെ അങ്ങ് മക്കയിലേക്ക് തിരിച്ചെത്തും എന്ന് ഈ സൂറത്തിൻ്റെ അവസാനത്തിൽ പറയുന്നുണ്ട്. അപ്പം ഇന്ന റാദ്ദുഹു ഇലൈക്കി എന്ന് തുടക്കത്തിൽ പറഞ്ഞ അതേ വാക്കിനോട് സാദൃശ്യമാകുന്ന വാക്കാണ് ഈ സൂറത്തിൻ്റെ അവസാനത്തിൽ ലറാദ്ദുക ഇലാ മആദ് എന്നുള്ളത്. അപ്പം നമുക്കിതൊരു കഥയാണ്, സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെടുത്താവുന്ന ഒരു രേഖയാണ്, സംഭവം, അതിനെ റിലേറ്റ് ചെയ്യാവുന്ന, തങ്ങൾക്ക് മാതൃകയാക്കാവുന്ന, ജീവിതത്തെ മനസ്സിലാക്കാൻ പറ്റുന്നൊരു രേഖയായിട്ടാണ് തങ്ങൾ ഈ സംഭവത്തെ കാണുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത്, ഒന്ന്, ഉമ്മനോട് പറഞ്ഞു നദിയിലേക്ക് ഒഴുക്കാൻ പറഞ്ഞു. കാരണം ഫിർഔൻ ഒരുപാട് ആൺകുട്ടികളെ കൊല്ലുന്നുണ്ടായിരുന്നു. ഇങ്ങനൊരു കുഞ്ഞ് ജനിക്കാനുണ്ടെന്നുള്ളൊരു സൂചന ചില ആളുകൾ പറഞ്ഞു കൊടുത്തതിൻ്റെ പേരിൽ. അപ്പം ആൺകുട്ടികളെ കൊല്ലുകയും പെൺകുട്ടികളെ ജീവിക്കാൻ വിടുകയും ചെയ്യുമായിരുന്നു. രണ്ട് വംശമാണ്, ഒരു വംശീയ പ്രശ്നം ഇവർക്കിടയിലുണ്ട്. ഫിർഔൻ ഖിബ്തിയാണ്, കോപ്റ്റിക്കാണ്. മൂസാ നബി അലൈഹിസ്സലാം ഇസ്രായേൽ സന്തതിയിൽപ്പെട്ടതാണ്. കോപ്റ്റിക്കാരുടെ അടക്കി ഭരണമായിരുന്നു മിസ്റിലുണ്ടായിരുന്നത്. ഇന്ന് ഉത്തരേന്ത്യയിൽ മുസ്ലിമീങ്ങളെ ചില വർഗീയവാദികൾ അടിച്ചമർത്താൻ ശ്രമിക്കുന്നത് പോലെ ഒരു ന്യായവും ഇല്ലാതെ, ഒരു നിയമവും ഇല്ലാതെ പരമാവധി ചൂഷണം ചെയ്തിരുന്നു ഇസ്രായേൽ സന്തതികളെ കോപ്റ്റിക്കാർ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ കാലശേഷമാണ് മൂസാ നബി വരുന്നത്. യൂസുഫ് നബിയുടെ കാലത്ത് അന്തസ്സുണ്ടായിരുന്ന ഇസ്രായേൽ സന്തതികളാണ് പിൽക്കാലത്ത് ഈ പറയുന്ന അവസ്ഥയിലേക്ക് പോയത്. മുഗളന്മാരുടെ കാലത്ത് ഇന്ത്യയിൽ അന്തസ്സുണ്ടായിരുന്ന മുസ്ലിമീങ്ങൾ പിന്നെ ഒരു 200 വർഷം കഴിഞ്ഞപ്പം ആ ആധിപത്യം നഷ്ടപ്പെട്ടതുപോലത്തെ അവസ്ഥയാണ് ഇസ്രായേൽ സന്തതികളുടേത്. അപ്പം എണ്ണമറ്റ കുഞ്ഞുങ്ങളെ ഫിർഔൻ കൊന്നുകളഞ്ഞു മൂസാ നബി ജനിക്കാതിരിക്കാൻ. അള്ളാഹുവിൻ്റെ തീരുമാനം എങ്ങനെ നടപ്പിലാക്കും എന്നറിയാൻ വേണ്ടി പറയാണ്. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ സംഘടനകളുടെ, പ്രസ്ഥാനങ്ങളുടെ, പ്രവർത്തനങ്ങളുടെ ഒക്കെ ചരിത്രം നോക്കുമ്പം ഉദ്ദേശിക്കാത്ത രീതിയിൽ അല്ലാഹു തആല പല കാര്യങ്ങളും സംഭവം ആളുകളുടെ മുമ്പിലേക്ക് കൊണ്ടുവരും. കാര്യങ്ങളൊക്കെ കീഴ്മേൽ മറിയുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പം ഇത്രയും ചെയ്തത് ഈ മൂസാ നബി ജനിക്കാതിരിക്കാനാണ്. അവസാനം മൂസാ നബി ജനിച്ചു എന്ന് മാത്രമല്ല, ഈ ഒഴുക്കിയ പെട്ടി ഫിർഔൻ്റെ അടുത്തേക്കാണ് വരുന്നത്. പക്ഷെ അല്ലാഹു തആല ഫിർഔൻ്റെ മനസ്സിനെ മാറ്റാണ്. ഭാര്യ പറയാണ്, ഈ കുട്ടിനെ കൊല്ലണ്ട, നമുക്ക് ഉപകാരപ്പെടും എന്നുള്ളത്. അപ്പോൾ ഇതിൽ രണ്ട് കാര്യമുണ്ട്. അല്ലാഹു തആല ആരുടെ മനസ്സും എപ്പോഴും മാറ്റുന്നർത്ഥം. രണ്ടാമത്, ഈ തലയണ മന്ത്രത്തിൻ്റെ ശക്തി വല്ലാത്തൊരു ശക്തിയാണ്. ഇത്രയും വലിയ ധിക്കാരി ഫിർഔന് ഭാര്യ പറഞ്ഞപ്പോഴേക്ക് മനസ്സ് മാറി. ഇങ്ങനത്തെ കുറേ സംഭവം ഖുർആനിലുണ്ട്. വംറഅതുഹു ഹമ്മാലത്തൽ ഹതബ്, അബൂലഹബിനെ പറ്റി പറയുമ്പോൾ പറയാണ്, അബൂലഹബിൻ്റെ ഭാര്യ വിറക് വെട്ടുകാരി എന്നാണ്. വിറക് വെട്ട് എന്നാൽ ഗീബത്തിൻ്റെ, നമീമത്തിൻ്റെ ഹെഡ് ഹൗസ് എന്നർത്ഥം, ഹെഡ് ഓഫീസ് എന്നാണ് അർത്ഥം. വംറഅതുഹു ഹമ്മാലത്തൽ ഹതബ്. അപ്പോൾ ചില ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അബൂലഹബ് തങ്ങളുടെ മൂത്താപ്പയാണ്. അബൂലഹബ് ഒരു 2 മനസ്സുപോലെ ആദ്യം നിന്നിരുന്നത്, ഈ മുഹമ്മദ് വിജയിക്കുകയാണെങ്കിൽ എൻ്റെ അനിയൻ്റെ മോനാണ്, നമ്മുടെ ബിംബങ്ങൾ ജയിക്കുകയാണെങ്കിൽ ബിംബങ്ങൾ നമ്മളുടേതാണ് എന്ന മനസ്സിൽ ജയിക്കുന്നവരുടെ കൂടെ എന്നുള്ള മട്ടാണ് അബൂലഹബ് ആദ്യം നിന്നിരുന്നത്. വിശ്വസിക്കാൻ വേണ്ടിയല്ല, അഥവാ മുഹമ്മദിനെ ജയിക്കുകയാണെങ്കിലും എൻ്റെ അനിയൻ്റെ മോനാണല്ലോ എന്നുള്ള രീതിയിൽ.
എന്തുകൊണ്ട് കഠിന ശത്രുവായിട്ട് മാറി? ചില ചരിത്രകാരന്മാർ രേഖപ്പെടുത്തി ഭാര്യ കഠിന ശത്രുവായപ്പോൾ അബൂലഹബിന് ആ രീതിയിൽ മാറ്റം വന്നതാണ്. അപ്പോൾ എന്താണെങ്കിലും തലേണ മന്ത്രത്തിന് വലിയ ശക്തിയുണ്ട് നടത്താം. ഇത്രയും കുട്ടികളെ കൊന്ന കിരാതനായ ഫിറഔന് ഭാര്യ പറഞ്ഞപ്പോൾ അത് വാങ്ങിപ്പോയി. ഭാര്യ പറഞ്ഞു, ഈ കുഞ്ഞിനെ കൊല്ലണ്ട, നമുക്ക് ഉപകാരപ്പെട്ടേക്കാം. അള്ളാഹു തആല അവരുടെ മനസ്സിനെ മാറ്റിയതാണ്. അങ്ങനെ അള്ളാഹു തീരുമാനിച്ചു മൂസാ നബി ഫിറഔൻ്റെ കൊട്ടാരത്തിൽ വളരണം. അള്ളാഹു അത് നടപ്പിലാക്കി. എന്ന് മാത്രമല്ല, ഉമ്മാൻ്റെ കയ്യിൽ തിരിച്ചു കൊടുക്കണമെന്ന് തീരുമാനിച്ചു. അതുകൊണ്ട് അള്ളാഹു തആല ആ കുട്ടികളുടെ ആ കൊട്ടാരത്തിലെ ആരുടെ പാലും കുടിക്കാത്ത അവസ്ഥയിലാണ് മൂസാ നബിനെ നിർത്തിയത്. അപ്പം ഉമ്മ പെട്ടിയിൽ ഒഴുക്കിയിട്ടാണുള്ളത്. ആ പെട്ടി ഫിറഔൻ്റെ കയ്യിൽ കെട്ടി. ഇതെവിടെ എത്തിയെന്ന് ഉമ്മ അറിയാതെ സഹോദരിയോട് പറയാൻ തുടങ്ങി, ഒന്ന് അന്വേഷിച്ച് നോക്കുക, ആ കുഞ്ഞെവിടെ എത്തി നോക്കാൻ പറഞ്ഞു. നമ്മളെ മോൻ എവിടെ ഉള്ളതെന്ന് നോക്കാൻ. അന്വേഷിച്ച് പെങ്ങളെത്തിയത് കൊട്ടാരത്തിലാണ്. അവിടെ ഒരു കുട്ടിയുണ്ട്, വളരുന്നുണ്ടെന്ന് അറിഞ്ഞു. നോക്കുമ്പോൾ ആരെ പാലും കുടിക്കുന്നില്ല. അപ്പോൾ ഇവർ പറഞ്ഞു, എനിക്കൊരു വീട്ടുകാരറിയാം, അവർ പാല് കൊടുത്താൽ ചിലപ്പോൾ ഇങ്ങനത്തെ കുട്ടികളൊക്കെ കുടിക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ് നേരെ ഉമ്മാൻ്റെ കയ്യിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ തീരുമാനത്തെപ്പറ്റി അള്ളാഹു പറയാണ്, എന്താണോ തീരുമാനിച്ച് അള്ളാഹു നടപ്പിലാക്കും. ജനങ്ങളിൽ അധികം ആർക്കും അതറിയില്ല. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഒരു കാര്യത്തിലും അള്ളാഹുവിൽ തവക്കുൽ ചെയ്യാതെ നീങ്ങരുത്. ഒരു കാര്യത്തിൽ നമ്മൾ പ്രതീക്ഷ കൈവിടുകയും ചെയ്യരുത്. കാര്യങ്ങളെ കീഴ്മേൽ മറിക്കാൻ കഴിവുള്ളവനാണ് അള്ളാഹു. ഫിറഔൻ്റെ കൊട്ടാരത്തിൽ വളർത്തുകയും ചെയ്തു. അവിടെ ഒരു സംഗതി ഉണ്ടാക്കിയിട്ട് അള്ളാഹു താല ഉമ്മയുടെ കയ്യിലേക്ക് മൂസാ നബിയെ എത്തിക്കുകയും ചെയ്തു. അങ്ങനെ ആ സംഭവം അവിടെ തീരാണ്. കുറച്ച് കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞില്ല, ഒന്ന് കോപ്റ്റിക്കാണ്, ഒന്ന് ബനി ഇസ്രായേലാണ്. എവിടെയെങ്കിലും ഒരു കലഹം നടന്നാൽ കോപ്റ്റിക്കാരന് ഇഷ്ടമുള്ളതുപോലെ കാര്യങ്ങൾ നടക്കാം. അപ്പോൾ രണ്ട് പേര് തമ്മിൽ കലഹം നടന്നു. അപ്പം ബനി ഇസ്രായേലിൽ പെട്ട ആൾ മൂസാ നബിയോട് പറഞ്ഞു, ഇതാ എന്നെ ഇയാൾ ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞു. മൂസാ നബി അലൈഹി ഇസ്ലാമാണ്, അറിയാലോ സ്വഭാവം. ഖിദർ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഒപ്പം പോയപ്പോൾ നമുക്കറിയില്ല, ഒരു തെറ്റ് കണ്ടാൽ മിണ്ടാതിരിക്കാൻ കഴിയാത്ത പ്രകൃതാണ്. നേരെ പോയി അതിലിടപെട്ടു. ഒന്ന് കൈവച്ചപ്പോഴേക്ക് അയാൾ മരിച്ചുപോയി. സംഗതി അദ്ദേഹം ഒരിക്കലും കൊല്ലാൻ ഉദ്ദേശിച്ചല്ല, ഒരു കയ്യാങ്കളി തെറ്റിപ്പോയി. ഈ വ്യക്തി മരിച്ചു. ഉടനെ അദ്ദേഹം തൗബ ചെയ്തു. ഈ സംഭവം മൂടി വെച്ചു. കാരണം ഇത് നേരെ ഫിറഔൻ്റെ കൊട്ടാരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ തന്നെ ബനി ഇസ്രായേലിനെതിരാണ് നിയമമൊക്കെ. അതുകൊണ്ട് ഇത് എവിടെയും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ മനുഷ്യൻ തന്നെ പിറ്റേ ദിവസം കൊണ്ട് വേറൊരാളുടെ കലഹം ഉണ്ടാക്കുക, വേറൊരു ദിവസം. എന്നിട്ട് പിന്നെയും മൂസാ നബിനെ വിളിക്കുകയാണ്. മൂസാ നബി അങ്ങോട്ടേക്ക് ഓടിപ്പോയി. ഇനി വല്ലാത്തൊരു പ്രശ്നമാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് പേടിയാണ്, പഠിച്ചൻ എന്നെ അടിക്കാനാണോ വരുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്നലെ അയാളെ കൊന്ന പോലെ എന്നെ കൊല്ലരുതേ എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നലെ നടന്ന സംഭവം ഇത് ആരാ ചെയ്തെന്ന് അറിയാതെ ഇവരിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഈ മനുഷ്യൻ തന്നെ പിറ്റേന്ന് വേറെ പ്രശ്നത്തിൽ ഇടപെട്ടത്. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം, ഇനി എന്തൊരു ശല്യമാണ്, ഇന്നകല്ല ഖവിയ്യുൻ മുബീൻ, എപ്പോഴും പ്രശ്നമാണല്ലോ എന്ന് ചോദിച്ചിട്ട് വീണ്ടും അദ്ദേഹത്തിന് അനുകൂലമായിട്ട് ഇടപെടാനാണ് പോയത്. പക്ഷെ അദ്ദേഹം തെറ്റിദ്ധരിച്ചു, അദ്ദേഹത്തെ അടിക്കാൻ വേണ്ടിയാണ് വരുന്നത്. അദ്ദേഹം പറഞ്ഞു, അല്ലോ ഇന്നലെ അയാളെ കൊന്നതുപോലെ എന്നെ കൊല്ലരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കിബിത്തിക്ക് മനസ്സിലായി, ഇന്നലെ മരിച്ച കിബിത്തി, ആ കോപ്റ്റിക്കാരൻ മൂസാ നബിൻ്റെ അടികിട്ടിട്ടാണ് മരിച്ചതെന്ന് മനസ്സിലായി. നേരെ ഫിറഔൻ്റെ അടുത്തേക്ക് വിഷയമെത്തി. ഫിറഔൻ മൂസാ നബിയെ പിടിക്കാൻ വേണ്ടി ആളെ പറഞ്ഞയച്ചു. മൂസാ നബി അലൈഹി സ്വലാം നാട് വിട്ടു പോവാണ്. അപ്പോൾ ഇവിടെ വലിയൊരു പ്രശ്നം വരുന്നുണ്ട്. എന്ത്? കാരണം മൂസാ നബി അലൈഹി സ്വലാം തൗബ ചെയ്തല്ലോ. അപ്പോൾ അതുകൊണ്ട് മനസ്സിലായില്ലേ, ഫിറഔൻ്റെ നാട്ടിലാണെങ്കിൽ പോലും നിയമം കയ്യിലെടുക്കാൻ പാടില്ല. നമുക്കാരെങ്കിലും അടിച്ചാൽ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് ചെയ്യുക, കോടതിയിൽ പോകാനല്ലാതെ അടിച്ചാളെ തിരിച്ചടിക്കാൻ പാടില്ല. കാരണം ഫിറഔൻ്റെ നാട്ടിൽ പോലും നിയമം കയ്യിലെടുക്കരുത്. മൂസാ നബി തൗബ ചെയ്തിട്ടില്ല. മൂസാ നബി എന്തിനാണ് തൗബ ചെയ്ത്? ഇടപെട്ടതിനാണോ അതോ ഇടപെട്ടത് കൂടിപ്പോയതിനാണോ? അങ്ങനെയാണ് പിന്നെ രണ്ടാമത് ഇടപെടാൻ നിൽക്കുമോ? നിയമം കയ്യിലെടുക്കുക മൂസാ നബി ചെയ്തത്. ഇതിപ്പോൾ ഫിറഔനോട് പരാതി കൊണ്ട് ഒരു കാര്യമില്ല. ഒരു പോലീസ് സ്റ്റേഷനിൽ പോയാലും ബനി ഇസ്രായേലിന് നീതി കിട്ടാൻ പോകുന്നില്ല. ഈ കോപ്റ്റിക്കാരെ റോഡിൽ തന്നെ തല്ലുന്നതാണ് നല്ലത്. അപ്പോൾ അദ്ദേഹം ഒന്ന് തല്ലിയപ്പോൾ തല്ലിയത് മാറിപ്പോയി, മരിച്ചുപോയി. അതിനാണ് തൗബ ചെയ്തത്. രണ്ടാമതും വീണ്ടും നിയമം കയ്യിലെടുക്കാൻ തന്നെയാണ് പോയത്. കാരണം ഇപ്പോൾ ഇതിൻ്റെ വകുപ്പ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരാളെ അടിച്ചു, ഒരടി അടിച്ചു, ഒരാളിപ്പോൾ എന്നെ ഒരടി അടിച്ചു, 10 അടി അടിച്ചു എന്ന് കരുതാം. ഞാൻ തിരിച്ചു ഒരടി അടിച്ചു. ഇയാൾ 10 അടി അടിച്ചതിന് തെളിവൊന്നുമില്ല. ഞാൻ ഒരടി അടിച്ചത് കറക്റ്റ് നിയമത്തിൻ്റെ വകുപ്പിൽ വരികയും ചെയ്താൽ നിയമത്തിൻ്റെ ഭാഷയിൽ ഞാൻ കുറ്റക്കാരനാണ്. എന്നാൽ ഇത് ആഖിറത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എനിക്ക് ഇനിയും 9 അടി അടിക്കാനുള്ള അവകാശമുണ്ട്. അല്ലെങ്കിൽ അതിന് പകരം അദ്ദേഹത്തിൽ നിന്ന് നന്മകൾ സ്വീകരിക്കാനുള്ള വകുപ്പുണ്ട്. പരലോകത്തെത്തിയാൽ ഞാൻ ചെയ്തത് ശരിയാണ്. കാരണം ഞാൻ 1 അടിച്ചിട്ടുള്ളൂ, എന്നെ ഇങ്ങോട്ട് 10 അടിച്ചിട്ടുണ്ട്, 9 ബാക്കിയുണ്ട്. ഇവിടുത്തെ നിയമപ്രകാരം തെളിവെന്താണെന്ന് നോക്കുക, എന്ത് തെളിഞ്ഞു എന്ന് നോക്കുക, അല്ലെങ്കിൽ നിയമം ആരുടെ ഭാഗത്തേക്കാണ് അപ്പോൾ അതാന്ന് നോക്കുക. ആഖിറത്തിൽ അല്ലാഹു തആല നീതി എന്താണ്, ന്യായം എന്താണെന്നുള്ളതാണ് നോക്കുക. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ പേര് പറഞ്ഞിട്ട് നീതിക്ക് വേണ്ടി, ന്യായത്തിന് വേണ്ടി, നീതിയും ന്യായവും കിട്ടാത്ത സ്ഥലത്ത് ആരെങ്കിലും ഇടപെട്ടാൽ അത് തെറ്റാന്ന് പറയുന്നത് ശരിയല്ല. മൂസാ നബി ഇടപെടുക ചെയ്തത്. രണ്ടാമതും ഇടപെടാനാണ് പോയത്. അദ്ദേഹം പശ്ചാത്തപിച്ചത്
അടി തെറ്റിപ്പോയി, ആ അടിയിൽ അദ്ദേഹം മരണപ്പെട്ടു, അത് ശരിയല്ലായിരുന്നു. ഒന്നടിച്ച് ഒഴിവാക്കി വിടേണ്ട കേസായിരുന്നു. അതിനാണ് അദ്ദേഹം തൗബ ചെയ്തിട്ടുള്ളത്. എന്താണെങ്കിലും അദ്ദേഹം അവിടുന്ന് പോകുന്ന സമയത്ത് ദുആ ചെയ്തു. മദിയൻ എന്ന പ്രദേശത്തെത്തി, അവിടുന്ന് ദുആ ചെയ്തു. അവിടെ എത്തിയപ്പോൾ അദ്ദേഹം കാണുന്നത് കുറേ ആളുകൾ ഒരു സ്ഥലത്ത് നിന്ന് വെള്ളം കുടിപ്പിക്കുന്നുണ്ട്, മൃഗങ്ങൾക്കും വെള്ളം ശേഖരിക്കുന്നൊക്കെ ഉണ്ട്. 2 പെൺകുട്ടികൾ മാറി നിൽക്കുന്നുണ്ട്. അദ്ദേഹം ചോദിച്ചു, നിങ്ങളെന്താ മാറി നിൽക്കുന്നത്? പറഞ്ഞു, ഇവരൊക്കെ ശക്തരായ ആളുകളാണ്, ഇവരൊക്കെ കുടിപ്പിച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് നമുക്കൊക്കെ ചാൻസ് കിട്ടുള്ളൂ. അപ്പോൾ അദ്ദേഹം അവർക്ക് വേണ്ടി വെള്ളം എടുക്കാനുള്ള ഏർപ്പാട് ചെയ്തു കൊടുത്തു. അപ്പം അദ്ദേഹം തന്നെ ഏതോ അവസ്ഥയിലുള്ളത്, എന്നിട്ടും ഈ അവശരായ ആളുകളെ സഹായിച്ചു. അപ്പോൾ ഇവർ വീട്ടിൽ പറ്റി ഇവർക്ക് വലിയ മതിപ്പായി. കാരണം കുറച്ച് മെനക്കെട്ട പണിയായിരുന്നു അത് ചെയ്ത ശക്തനായ ഒരു ആൾ പ്ലസ് ഒരു ഉപകാരി. അപ്പോൾ അവർക്ക് ഇദ്ദേഹത്തോട് വലിയ മതിപ്പായിട്ട് അവർ ഉപ്പനോട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഉപ്പ ഒരു നബിയാണ് അല്ലെങ്കിൽ സാലിഹായ മനുഷ്യനാണ് എന്നൊക്കെ തഫ്സീറുകളിൽ കാണാം. അപ്പോൾ എന്താണെങ്കിലും ഉപ്പ വിളിക്കാൻ പറഞ്ഞു, വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു, എന്തെങ്കിലും നമുക്ക് കൊടുക്കണമല്ലോ, ഇപ്പോൾ ഒന്നും വാങ്ങിയിട്ടൊന്നുമില്ല. മൂസാ നബി അലൈഹി സ്വലാം ആകട്ടെ വരുമ്പോൾ ദുആ ചെയ്തു, മദീനയിലെത്തിയപ്പോൾ ദുആ ചെയ്തു. അദ്ദേഹം ഇപ്പോൾ അവശനായിട്ടാണുള്ളത്, കയ്യിലൊന്നുമില്ല. അദ്ദേഹം അവിടുന്ന് ആദ്യം ദുആ ചെയ്യുന്നുണ്ട്, അല്ലാഹു നീ എന്ത് തന്നാലും ഞാൻ അതിലേക്ക് ആവശ്യക്കാരനാണ്. അപ്പോൾ അല്ലാഹു തആല വലിയ സഹായം ചെയ്തു കൊടുത്തു. ഈ 2 പെൺകുട്ടികൾ ഒരാൾ വിളിക്കാൻ വേണ്ടി വരികയാണ്. ഖുർആൻ പറയാണ്, ലജ്ജയോടെ വന്നിട്ട് പറഞ്ഞു, ഉപ്പ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം അദ്ദേഹത്തെ പറ്റി ഇവർ പറയുന്നുണ്ട്, വീട്ടിൽ പോയിട്ട് ഉപ്പ ഇദ്ദേഹത്തെ ജോലിക്ക് നിർത്താം. ഒരു ജോലിക്ക് നിർത്താൻ ഏറ്റവും നല്ലത് കഴിവുള്ള വിശ്വസ്തതയുള്ള ആളാണ്. ഇതൊരു കോമൺ യൂണിവേഴ്സൽ സെൻറ്റൻസ് കേട്ടോ. ഒരു ജോലിക്ക് 2 യോഗ്യത വേണം, കഴിവ് വേണം, വിശ്വസ്തത വേണം. കണക്ക് നോക്കുന്ന ആൾക്ക് കണക്കറിയണം, നമ്മളുടെ കൂറ് വേണം. നിങ്ങൾ എന്ത് പണി ഏൽപ്പിക്കുകയാണെങ്കിൽ 2 യോഗ്യത വേണം അദ്ദേഹത്തിന്. ഒന്ന്, ആ പണിക്ക് അദ്ദേഹം യോഗ്യനായിരിക്കണം. രണ്ടാമത് നമ്മളോട് കൂറുണ്ടായിരിക്കണം. ഇന്ന ഖൈറ മൻ ഇസ്തഅജർതൽ ഖവിയ്യുൽ അമീൻ. ഒരു ജോലിക്ക് പറ്റിയ ആൾ കഴിവുള്ള വിശ്വസ്തനായ ആളാണ്. ഇദ്ദേഹത്തിന് കഴിവുണ്ട്. അതെവിടുന്ന് മനസ്സിലായി? ആ സാഹസികമായ ജോലി ചെയ്ത് വെള്ളം എടുത്തു കൊടുത്തപ്പോൾ മനസ്സിലായി കഴിവുണ്ടെന്ന് മനസ്സിലായി. വിശ്വസ്തനാന്ന് എങ്ങനെ മനസ്സിലായി? ഈ പെൺകുട്ടിയുടെ കൂടെ നടക്കേണ്ട സാഹചര്യം, അത് മൂസാ നബി അലൈഹി സ്വലാം മുമ്പിൽ കയറി നടന്നു. നോട്ടം പതിയാതിരിക്കാൻ വേണ്ടി അദ്ദേഹം മുമ്പിൽ, ഇവരാണ് വഴി കാണിക്കുന്നത്, ഇവരുടെ കൂടെ പോകേണ്ടത്, അപ്പം പുറകിലാണ് നടക്കേണ്ടത്. അപ്പോൾ പുറകിൽ നടക്കുമ്പോൾ നോട്ടം ഇവരിൽ പതിഞ്ഞു പോകുന്നത് കൊണ്ട് മൂസാ നബി അലൈഹി സ്വലാം മുന്നോട്ട് കയറി നോട്ടം ഈ സ്ത്രീയിൽ പതിയാതിരിക്കാൻ ശ്രദ്ധിക്കുകയാണ്, ഈ പെൺകുട്ടിയിൽ ആയിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കുകയാണ്. ഇതും കൂടെ കണ്ടപ്പോൾ ഇവർക്ക് ഒന്നും കൂടെ മതിപ്പായിട്ട് പറഞ്ഞു, ഇദ്ദേഹത്തെ എന്തായാലും ജോലിക്ക് നിർത്തണം. ഇദ്ദേഹം വിശ്വസ്തനാണ്, കഴിവുള്ള ആളാണ്. എന്താണെങ്കിലും അവരുടെ ദീർഘദൃഷ്ടി അള്ളാഹു കബൂലാക്കി. കുറച്ച് കഴിഞ്ഞപ്പോൾ അതൊരു കല്യാണ ആലോചനയിലേക്ക് എത്തി. ഉപ്പ പറയാണ്, ഞാൻ നിങ്ങൾക്ക് എൻ്റെ മകളെ വിവാഹം ചെയ്തു തരാം, പക്ഷേ 8 വർഷം ഇവിടെ ജോലി ചെയ്യണം. അതായത് സ്ത്രീധനമുള്ള നാടല്ല, മഹ്റ ഉള്ളത്. അങ്ങോട്ട് ഞാൻ തരാമെന്നല്ല, ഇത്ര പൊന്ന് തരാമെന്നല്ല പറഞ്ഞത്. നമ്മളുടെ വീട്ടിൽ 8 വർഷം ജോലി ചെയ്താൽ ഇവരെ നിക്കാഹ് ചെയ്തു തരാമെന്ന് പറഞ്ഞു. അപ്പം ഇത് വിശദമായിട്ട് പറയാൻ കാരണം വെച്ചാൽ ഇതിൽ ഒരുപാട് ഗുണപാഠങ്ങളുള്ളത് കൊണ്ടും ഒരുപാട് നല്ല വ്യാഖ്യാനവും തെറ്റായ വ്യാഖ്യാനമൊക്കെ ഉള്ളതുകൊണ്ടാണ് വിശദീകരിച്ച് പറഞ്ഞത്. അപ്പം അങ്ങനെ ആ മഹർ കൊടുക്കാം എന്ന പേരിൽ, 8 വർഷം ജോലി ചെയ്യാമെന്ന പേരിൽ അദ്ദേഹം അത് ഏറ്റെടുത്തു, പൂർത്തിയാക്കുകയും ഈ പറഞ്ഞ 2 പെൺകുട്ടികൾ ഒരാളെ അദ്ദേഹം വിവാഹം ചെയ്യുകയും ചെയ്തു. അപ്പോൾ അവർ വളരെ ദീർഘദൃഷ്ടിയോടെ ഇവരുടെ സൽസ്വഭാവം കഴിവൊക്കെ മനസ്സിലാക്കി കൃത്യം അത് കല്യാണത്തിലേക്ക് എത്തി. അങ്ങനെ നിക്കാഹ് ചെയ്ത് തിരിച്ചു വരുന്ന വഴിയിലാണ് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് സന്ദേശം വരുന്നതും അള്ളാഹു തആല മൂസാ നബിയോട് സംസാരിക്കുന്നതും പിന്നെ മൂസാ നബി അലൈഹി സ്വലാം വന്ന് ഫിർഔനെ ദഅവത്ത് ചെയ്തതൊക്കെ. ഇതാണ് നമ്മൾ മുമ്പിലത്തെ സൂറത്തിലെ ശുആറയിൽ പറഞ്ഞത്. ഫിർഔൻ പറഞ്ഞത്, എൻ്റെ അടുത്തല്ലേ വളർന്നത്, ഒരു കൊലപാതകം നടത്തിയിട്ടല്ലേ പോയത് എന്നൊക്കെ ഈ സംഭവങ്ങളെ സൂചിപ്പിച്ചുകൊണ്ടാണ് പറയുന്നത്. പിന്നെ ഈ സൂറത്തിലുള്ള വേറൊരു സംഭവം ഖാറൂൻ്റെതാണ്. നമ്മളെ സാമുദായികമായിട്ട് വംശീയമായിട്ട് ഇവർ രണ്ട് തട്ടിലാണ്. ഒന്ന് ബനി ഇസ്രായേലും ഒന്ന് കോപ്റ്റിക്കുമാണ്. അപ്പോൾ ബനി ഇസ്രായേലിൻ്റെ സ്ഥിതി അവതാളത്തിലാണ്. പക്ഷേ ഖാറൂൻ സമ്പന്നനാണ്. അപ്പോൾ മുസ്ലിമീങ്ങൾ ഒറ്റപ്പെട്ട വലിയ സമ്പന്നരൊക്കെ ഉണ്ടാവില്ല, രാജ്യത്ത് തന്നെയുള്ള വലിയ സമ്പന്നരൊക്കെ ഉണ്ടാകും. ഇതേപോലെ ബനി ഇസ്രായേലിൻ്റെ സ്ഥിതി അവതാളത്തിലാണെങ്കിലും ബനി ഇസ്രായേലിൽപ്പെട്ട ഖാറൂൻ ഭയങ്കര സമ്പന്നനാണ്. കോപ്റ്റിക്കാർക്ക് പോലും വലിയ മതിപ്പുള്ള ആളാണ്. അപ്പോൾ അങ്ങനത്തെ മുതലാളിമാർ പലപ്പോഴും എന്ത് ചെയ്യും, അവരുടെ സമുദായത്തെ വിട്ടിട്ട് അവരുടെ വിശ്വാസവും കാര്യങ്ങളൊക്കെ വിട്ടിട്ട് മെല്ലെ പത്രാസിന് വേണ്ടി ഫിർഔൻ്റെ ആളാകാൻ നോക്കും. അതേപോലെ ഖാറൂൻ ശ്രമിച്ചു. ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസ. ഖാറൂൻ മൂസാ നബിയുടെ ഖൗമിൽപ്പെട്ട ആളാണ്, പക്ഷേ അതിക്രമം കാണിച്ചു. ജനങ്ങൾ അദ്ദേഹത്തെ ഉപദേശിച്ചു, അല്ലാഹു നിങ്ങൾക്ക് ഇത്രയും നിഅമത്ത് നൽകി, നിങ്ങൾ നന്ദി കാണിക്കുക, നിങ്ങൾക്ക് ദുനിയാവിലും ഗുണം കിട്ടും, ദുനിയാവിൽ നിങ്ങൾക്ക് സമ്പാദിക്കാം, അതിൻ്റെ കാര്യങ്ങളും നോക്കാം, ബാക്കി അള്ളാഹുവിൻ്റെ കടമകളും കൂടെ പൂർത്തിയാക്കുക. ഖാറൂൻ പറഞ്ഞു, ഇങ്ങനെ എന്തിനാണ്, ഇതൊക്കെ എൻ്റെ കഴിവുകൊണ്ട് കിട്ടിയതാണ്, എൻ്റെ പത്രാസ് കൊണ്ട് കിട്ടിയതാണ്. അപ്പം ഖാറൂൻ്റെ പത്രാസും അലങ്കാരങ്ങളൊക്കെ കണ്ടിട്ട് ജനങ്ങളൊക്കെ ആഗ്രഹിച്ചു,
ഈ കാറൂനെ കിട്ടിയതൊക്കെ നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ. അപ്പോൾ അന്ന് വഖാലല്ലദീന ഊതുൽ ഇൽമ, അറിവുള്ളവർ പറഞ്ഞു, വൈലക്കും, നിങ്ങൾക്ക് എന്തിൻ്റെ കേടാണ്? സാധാരണ ആൾക്കാരെ പണിയാണെന്ത്? അദ്ദേഹത്തിൻ്റെ കാറ് കണ്ടോ, മൂപ്പരെ ബംഗ്ലാവ് കണ്ടോ, എന്താ മോനെ കച്ചവടം, എന്താ മോനെ ഏർപ്പാട്. ഇതൊക്കെ ഈ ചിന്താ നിലവാരം കുറഞ്ഞ ആൾക്കാരുടെ സംസാരമാണ്. ഇൽമുള്ളവർ പറഞ്ഞു, നിങ്ങൾക്ക് എന്തിൻ്റെ കേടാണ്? ഇത്രയും ദീനില്ലാത്തൊരു മനുഷ്യന് ഈ സംവിധാനങ്ങൾ കിട്ടിയതിൻ്റെ നിങ്ങൾ എന്തിനിതാക്കുന്നു? ഇതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് ഈമാനുള്ളവർക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലങ്ങൾ എന്ന് ഇൽമുള്ളവർ പറഞ്ഞു കൊടുത്തു. അള്ളാഹു താല ഈ അഹങ്കാരിയായ ഖാറൂനെ അങ്ങനെ തന്നെ ഭൂമിയിൽ ആഴ്ത്തിക്കളഞ്ഞു. അന്ന് തലേന്ന് വരെ ഖാറൂൻ്റെ നിയമത്തുകൾ ആഗ്രഹിച്ചവർ പറഞ്ഞു, പടച്ചോൻ നമ്മളെ കാത്തതാണ്, ഖാറൂൻ്റെ ഒരു അവസ്ഥ വരാതെ. അത് ഇങ്ങനെയുള്ള ആളുകൾക്കൊരു അബദ്ധമോ ഒരു പതനോ വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും കേസിൽ കുടുങ്ങി ജയിലിലാവുകയോ എന്തെങ്കിലും സംഭവം അവർക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ പറയും, പടച്ചോൻ കാത്ത്, കണ്ടില്ലേ പോയി പെട്ടതെന്ന് പറയും. അറിവുള്ളവർ നേരത്തെ പറഞ്ഞു, ഇത് അള്ളാഹു താൽക്കാലികമായിട്ട് നൽകി. ഇതിനേക്കാൾ എത്രയോ വലുതാണ് ഒരു ദിക്ർ, ഒരു തസ്ബീഹ്, ഒരു നമസ്കാരം, ഈമാനുള്ളവരുടെ ഓരോ ആമലും. എന്നിട്ട് അള്ളാഹു തആല ഇതിൻ്റെ അവസാനത്തിൽ പറയാണ്, പരലോകം അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നത് വിനയമുള്ളവർക്കാണ്, ഭൂമിയിൽ ഔന്നിത്യം ആഗ്രഹിക്കാത്ത, കുഴപ്പങ്ങളുണ്ടാക്കാത്ത, 10 ആൾ കൂടുന്നിടത്ത് ഞാൻ സ്പെഷ്യലാണെന്ന് ചിന്തിക്കാത്ത, ഞാൻ 10ൽ ഒരാളാണ് എന്ന് ചിന്തിക്കുന്നവർക്കുള്ളതാണ് ആഖിറം. അല്ലാണ്ട് ഞാൻ സ്പെഷ്യലാണ്, ഞാനൊരു ഖുറൈശിയാണ് എന്ന് ചിന്തിക്കുന്ന ആളുകൾക്കുള്ള, ഖുറൈശി എന്ന് പറഞ്ഞാൽ ഗോത്രം എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞല്ല, ഞാൻ സ്പെഷ്യലാണ് എന്ന് ചിന്തിക്കുന്ന ആളുകൾക്കുള്ളതല്ല, വിനയമുള്ള ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാത്തവർക്കുള്ളതാണെന്ന് പറയാണ്. ശേഷം സൂറത്തുൽ അൻകബൂത്തിൽ അല്ലാഹു പറയുന്നത്, പരീക്ഷണമില്ലാതെ നിങ്ങളുടെ ഈമാൻ അളന്നു നോക്കാതെ രക്ഷപ്പെടാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇനി നമുക്ക് പരീക്ഷണം വന്നില്ലെന്ന് വിചാരിക്കാം, വന്നാൽ എങ്ങനെ ഉണ്ടാകും എന്നുള്ളതെങ്കിലും നമ്മൾ ആലോചിച്ച് വെക്കണം. നമ്മൾ ദജ്ജാലിൻ്റെ മുമ്പിൽ പോയി പെട്ടാൽ, നമ്മൾ ഉഹദിൽ നബിതങ്ങളുടെ മുമ്പിൽ, ആയുധങ്ങളുടെ മുമ്പിൽ പോയി പെട്ടാൽ, അന്ന് സഹാബികൾ നിന്നതുപോലെ നിൽക്കും, അതോ മുനാഫികൾ മാറിയതുപോലെ മാറുമോ? ദജ്ജാൽ വന്നു, അനുസരിച്ചാൽ സ്വർഗം, ഇല്ലെങ്കിൽ നരകം എന്ന് കാണിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അപ്പം ഈമാൻ പരീക്ഷിക്കാതെ, അളക്കാതെ നിങ്ങൾ രക്ഷപ്പെടും എന്ന് വിചാരിക്കുന്നുണ്ടോ? മുഅ്മിനീങ്ങളാകട്ടെ പരീക്ഷണങ്ങൾ വന്നാൽ ഉറച്ചു നിൽക്കും. എന്നാൽ മുനാഫിക്കുകൾ ചെറിയ ചെറിയ കാര്യങ്ങൾ കാണുമ്പോഴേക്ക് അതിനെ വലിയൊരു അദാബായിട്ട് കാണുകയും, എന്തെങ്കിലും ചെറിയ നേട്ടങ്ങൾ മുസ്ലിമീങ്ങൾക്ക് കിട്ടുമ്പം തൽക്കാലം മുസ്ലിമീങ്ങളുടെ കൂടെ കൂടും. എന്ന് പറഞ്ഞാൽ മുഅ്മിനീങ്ങൾ പ്രയാസത്തിലാന്ന് കണ്ടാൽ വേഗം നിഷേധികളുടെ കൂടെ കൂടും. കുറച്ച് വിജയം ഇപ്പുറത്തുണ്ടെന്ന് കണ്ടാൽ നമ്മളും കൂടണ്ടെന്ന് പറയും. എന്നാൽ യഥാർത്ഥ മുഅ്മിനീങ്ങളാകട്ടെ അവരുടെ ഈമാനിൻ്റെ മാറ്റം അവർ തെളിയിക്കും. ശേഷം അല്ലാഹു തആല പറഞ്ഞു, സൂറത്തുൽ അൻകബൂത്ത് പേര് വരാനുള്ള കാരണം തന്നെ അള്ളാഹുവിനെ കൂടാതെ ആരൊക്കെ ആരാധിക്കുന്നുണ്ട്, എന്തെല്ലാം സംവിധാനങ്ങളുണ്ടോ, ഖാറൂനും ഫിർഔനും ഹാമാനും, ഇതെല്ലാം ചിലന്തി വല പോലെയാണ്. അള്ളാഹുവിനെ കൂടാതെ മറ്റുള്ളവരെ സഹായികളാക്കുന്ന, മിത്രങ്ങളാക്കുന്ന, അവരാരാധിക്കുന്നവരുടെ ഉപമ ചിലന്തിയെ പോലെയാണ്. ചിലന്തി ഒരു വീടുണ്ടാക്കി. ഇപ്പോൾ ചിലന്തിനെ സംബന്ധിച്ച് ആ വീട് ഭയങ്കര വീടാണ്. പക്ഷെ നമുക്കറിയാം എന്ത്, ഒരു ഇറുക്കലെടുത്ത് ചുറ്റാനേ ഉള്ളൂ എന്നുള്ളത്. ഇതേപോലെ നമ്മുടെ എല്ലാ സംവിധാനങ്ങളും ഭൂമിയുടെ ഒരു പാളി ഒന്ന് ഇളകിക്കഴിഞ്ഞാൽ തവിട് പൊടി, കുറച്ച് വെള്ളം കടലിൽ നിന്ന് ഇങ്ങോട്ട് കയറിക്കഴിഞ്ഞാൽ പിന്നെ ഉപയോഗിക്കാൻ കൊള്ളാത്തതായി, ഒരു കാറ്റടിച്ചാൽ വീഴുന്ന കോലത്തിലാണ്. അപ്പോൾ നമ്മളുടെ സംവിധാനങ്ങൾ മുഴുവനും ചിലന്തി വലയാണ് എന്ന് അല്ലാഹു തആല സൂറത്തുൽ അൻകബൂത്തിൽ പറയാണ്. ഖുർആനെ ശരിയായി മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. സുബ്ഹാനല്ലാഹി.